കേരളത്തെ കണ്ടുകൂടാത്തത് എന്തുകൊണ്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോർജ് കുര്യൻ, സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു, പ്രതിപക്ഷവുമായി ആലോചിച്ചുകൊണ്ട് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കുന്നു, ഏകകണ്ഠമായി എന്ന് വെച്ചാൽ ഒ രാജഗോപാലിനെ ഒഴിവാക്കി നിർത്തിയാൽ പ്രമേയം പാസ്സാക്കുന്നു, സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണാൻ നിശ്ചയിക്കുന്നു, അനുമതി തേടുന്നു. അത് നിഷേധിക്കുന്നതിനുള്ള ന്യായീകരണം എന്താണ്? അല്ല വേണു, ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ആദ്യമായിട്ടല്ല ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റുകൾ മറ്റ് ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പോൾ പല ഉച്ചകോടികളൊക്കെ നടക്കാനുള്ള സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിക്ക് നാളെ ഇവിടുന്ന് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രി എന്താണ് സാധാരണ ചെയ്യേണ്ടത്? അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ബന്ധപ്പെട്ട മന്ത്രിയെ ചുമതലപ്പെടുത്തുന്നു. ഇപ്പോൾ അത് അവർ പോയി കാണുന്നു. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, പ്രധാനമന്ത്രിക്ക് അറിയാം, ധനമന്ത്രിയെ പലതവണ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി കണ്ടു, സംസ്ഥാന ധനമന്ത്രി കണ്ടു, കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒന്നടങ്കം കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് വെച്ചാൽ അതിനടുത്ത ഘട്ടത്തിലേക്ക് ആ നടപടി എത്തുന്നു എന്നാണ്. ജെയ്റ്റ്ലിയെ കാണുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഓരോരോ ഘട്ടമായി ഓരോരോ നടപടികൾ എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അത് നാളെ നടന്നില്ലെങ്കിൽ മറ്റൊരു ദിവസത്തിലേക്ക് നടത്താമല്ലോ. അങ്ങനെയല്ല, പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയിട്ട് ജെയ്റ്റ്ലിയെ കാണുന്നതും ജെയ്റ്റ്ലിയെ ഇവിടെ നിന്ന് നേരിട്ട് പോയി കാണുന്നതും രണ്ടും രണ്ടാണ്. അതായത് പ്രധാനമന്ത്രിയും ജെയ്റ്റ്ലിയുമായിട്ട് ആശയവിനിമയം നടത്തുകയും തീരുമാനത്തിലെത്തുകയും ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ ജെയ്റ്റ്ലിയെ ചുമതലപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഇവിടുത്തെ കർഷകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിക്ക് ഈ സമയം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റ് ഇൻ്റർനാഷണൽ ഡിഗ്നിറ്റീസും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ മോഡിയെ കാണാൻ പറ്റുന്നില്ല. അതായത് 21-ാം തീയതി സർവകക്ഷി യോഗം, 22-ാം തീയതി നിയമസഭ, 24-ാം തീയതി പ്രധാനമന്ത്രിയെ കാണണം എന്നുള്ള ആ ഒരു രീതി, അത് ഞാൻ അടിയന്തരമായതുകൊണ്ട് ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ അത് പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ട് അവർ ചർച്ച ചെയ്തിട്ടായിരിക്കുമല്ലോ. പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയിട്ട് ജെയ്റ്റ്ലിയെ കാണുന്നതും അല്ലാതെ പോയി കാണുന്നതും രണ്ടാണ്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, പ്രധാനമന്ത്രിയെ പോയി കാണാൻ കഴിയുന്നില്ല, പക്ഷേ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തുന്ന ധനമന്ത്രിയെ കാണാൻ കഴിയുമെങ്കിൽ സാഹചര്യം മാറി എന്നതിൻ്റെ ഒരു തെളിവായി നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ കണ്ടുകൂടാ? അതെ, ഇത് പറഞ്ഞാൽ ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണമാണോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയെ കണ്ടു, അദ്ദേഹം ഉറപ്പ് ചെയ്തു, പക്ഷെ അത് നടപ്പിലായില്ല. കേരളത്തിൽ വീണ്ടും ധനകാര്യമന്ത്രി കണ്ടു, അദ്ദേഹം വീണ്ടും മനോഹരമായി സംസാരിച്ചു, ഒന്നും നടപ്പിലായില്ല. അദ്ദേഹം റിസർവ് ബാങ്കിനോട് സംസാരിക്കാൻ ഒരു കാര്യവും നടന്നില്ല. കേരളത്തിൻ്റെ മുഴുവൻ MP-മാരും എന്ന് വെച്ചാൽ കേരളം ആസ് എ ഹോൾ, ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ MP-മാർ, അവർ എവിടുന്ന് ഓടി വിളിച്ചല്ലോ പാർലമെൻറ്റിൽ പോയിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ MP-മാരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയെ കാണാൻ തന്നില്ല, ഒരു ധനകാര്യമന്ത്രിയെ കണ്ടു, ധനകാര്യമന്ത്രി അവരോട് ഉറപ്പ് കൊടുത്തു, നടന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ കക്ഷി നേതാക്കളും ഒറ്റക്കെട്ടായി കേരള നിയമസഭ ചർച്ച ചെയ്ത് ശ്രീ ഒ രാജഗോപാലിനോട് ഞങ്ങൾ പറഞ്ഞു, അങ്ങും ചേരണം ഈ പ്രതിനിധി സംഘത്തിൽ, ഞങ്ങളാരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഒരുമിച്ച് പോയി കാണാം, കേരളത്തിൻ്റെ ശബ്ദം ഒന്നിച്ച് പറയാം. എല്ലാവരോടും ആവശ്യപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡേറ്റ് ചോദിക്കുമ്പോൾ ആ ഡേറ്റ് കഴിയില്ലെങ്കിൽ വേറൊരു ഡേറ്റ് ആകാമെന്ന് പറഞ്ഞാൽ മതി. ഇത് വെറുതെ വാദത്തിന് വേണ്ടി വാദം ഉന്നയിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ്. കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യം ഭരിക്കുന്നു എന്നത് നമുക്കാകെ നാണക്കേടാണ്. അത്തരത്തിൽ കേരളത്തെ അപമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം സമയം തരാതിരിക്കുക വഴി. അതാണ് അതിനെന്ത് ന്യായീകരണമാണ്? എത്ര ദിവസം കണ്ടു? ധനമന്ത്രിയെ കാണാൻ കഴിയുന്നുണ്ട്, പ്രധാനമന്ത്രിയെ കാണുക അത്ര എളുപ്പമല്ല. പ്രധാനമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും പറയിക്കുക അതിനേക്കാളും എളുപ്പമല്ലാത്ത കാര്യം. ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഓരോ ദിവസവും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഘട്ടത്തിൽ താങ്കൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇവിടെ BJP നേതൃത്വം പറയുന്നത് പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ധനമന്ത്രിയെ കാണുമ്പോൾ മറ്റൊരു സാഹചര്യമാണ്
ഉണ്ടാവുക എന്നാണ്. അത് താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഞാൻ VP സിംഗ് പ്രധാനമന്ത്രി ആയത് മുതൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയവരെയുള്ള 7 പ്രധാനമന്ത്രിമാരെ ഇതിനിടയിൽ കാലയളവിൽ ഞാൻ MP ആയിരുന്ന ഒരാളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഡെലിഗേഷന് അനുമതി നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് പാർലമെൻറ്റ് മന്ദിരത്തിൽ തന്നെ പ്രധാനമന്ത്രി ഉണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാകാം. അതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി ഈ ഡെലിഗേഷനെ കാണും. മുൻകാലങ്ങളിലെ ചരിത്രത്തിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും VP സിംഗ് ഇരുന്നപ്പോഴും ചന്ദ്രശേഖർ ഇരുന്നപ്പോഴും അതോടൊപ്പം തന്നെ ദേവഗൌഡയും ഗുജറാളും ഒക്കെ ഇരുന്നപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ വരുന്നു, ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് നടക്കുന്ന സമയം വളരെ ഈസിയാണ്, വലിയ എളുപ്പത്തിൽ കാണാൻ പറ്റും. കാരണം പാർലമെൻറ്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി ഉണ്ട്, പ്രധാനമന്ത്രി ഓഫീസിൽ അവിടെ കാണാം. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇവിടെ മനഃപൂർവ്വമായി പ്രധാനമന്ത്രി അനുമതി നിഷേധിച്ചു. ഞങ്ങൾ MP കാണാൻ ശ്രമിച്ചു, ഞങ്ങൾക്ക് അനുമതി തന്നില്ല. ഞങ്ങൾ ധനകാര്യമന്ത്രി പോയി കണ്ടു, പക്ഷേ ധനകാര്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് എല്ലാം ബോധ്യപ്പെട്ടു, പക്ഷേ അദ്ദേഹം നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം പ്രധാനമന്ത്രി അറിയിക്കാൻ സമയിച്ചു വെച്ചാൽ തീർച്ചയായും അദ്ദേഹത്തിന് കൊടുക്കാൻ യാതൊരു വിഷമവും ഉണ്ടാവില്ല. അതിന് ശ്രീ ജോർജ് കുര്യൻ പറയുന്നു അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ചർച്ചകൾ, പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് അങ്ങനെ അന്താരാഷ്ട്ര ചർച്ചകളൊന്നും ഇവിടെ നടക്കാറില്ല. ഉണ്ടെങ്കിൽ പോലും അതിന് പ്രത്യേകം ടൈം കണ്ടെത്തും. അപ്പോൾ ഇവിടെ എന്തോ ആയിക്കട്ടെ, പ്രശ്നം പ്രധാനമന്ത്രി കാണുന്ന ഡെലിഗേഷൻ പ്രധാനമന്ത്രി പറയാമല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തുള്ള വിശദീകരണം കൊടുക്കാമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയും സർവകക്ഷി അംഗങ്ങളും കാണാൻ അവസരം ചോദിച്ചാൽ പ്രധാനമന്ത്രി മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എത്രയോ ഡെലിഗേഷൻ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഏകാധിപത്യപരമായ പ്രവണതയാണ് കാണുന്നത്. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പാർലമെൻറ്റ് വന്നു, നിങ്ങളെല്ലാവരും ചാനലുകാർ പറയുന്നു പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വന്നു എന്ന്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പാർലമെൻറ്റ് വരേണ്ട ദിവസം ഇന്ന് പ്രധാനമന്ത്രിയുടെ ക്വസ്റ്റ്യൻ അവറാണ്. പ്രധാനമന്ത്രി ക്വസ്റ്റ്യൻസിന് ആൻസർ പറയേണ്ട ദിവസമാണ് ഇന്ന് പാർലമെൻറ്റിൽ, ലോക്സഭയിൽ. അതുകൊണ്ട് പ്രധാനമന്ത്രി വന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരത്തില്ല. ഇന്ന് ബുധനാഴ്ച ദിവസം പ്രധാനമന്ത്രി ലോക്സഭയിൽ ക്വസ്റ്റ്യന് ആൻസർ പറയുന്ന ദിവസമാണ്. അദ്ദേഹം അവിടെ വന്നിരുന്നു, 1 മണിക്കൂർ ക്വസ്റ്റ്യൻ അവറിൽ വന്നിരുന്നു. എന്നിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്തു. ഈ ബഹളങ്ങൾ നടക്കുമ്പോഴൊന്നും പ്രധാനമന്ത്രി സഭയിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ അവർ തൻ്റെ ക്വസ്റ്റ്യൻ അവർ ഉള്ള ദിവസം മാത്രം പ്രധാനമന്ത്രി സഭയിൽ വരും, അല്ലാത്ത ദിവസം സഭയിൽ വരത്തില്ല. പ്രധാനമന്ത്രി പാർലമെൻറ്റ് മന്ദിരത്തിൽ തന്നെ ഉണ്ട്, എത്രയോ സമയം പ്രധാനമന്ത്രിക്കുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രധാനമന്ത്രി ഹൗസ് അഡ്ജോൺ ചെയ്യുന്നവരെ സഭയിൽ ഇരിക്കുന്നയാളാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഇരിക്കുന്നയാളാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് പ്രധാനമന്ത്രിക്ക് ഈ ഡെലിഗേഷൻ കാണുന്നതിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അതുപോലെ ഡെലിഗേഷൻ സർവകക്ഷി സംഘത്തെയും കാണേണ്ടെന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചു. അരുൺ ജെയ്റ്റ്ലിയെ കാണാൻ പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലിയെ കണ്ടിട്ട് എന്താ കാര്യം? ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ടി ജി മോഹൻദാസ്, ഇന്നിപ്പോൾ ഈ അനുമതി നിഷേധിക്കപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്: നിയമസഭയുടെ വികാരം ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറല്ല എന്ന് അർത്ഥം എന്ന്. ഒരു പക്ഷേ ഇത് വലിയൊരു അർത്ഥം ധ്വനിപ്പിക്കുന്നൊരു വാചകം കൂടിയല്ലേ? രാജ്യത്തിൻ്റെ പരമോന്നത സഭകളാണല്ലോ ഈ പാർലമെൻറ്റിലുള്ള ലോക്സഭയും രാജ്യസഭയും. അതിൻ്റെ വികാരം ഉൾക്കൊള്ളാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അതിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. അപ്പോൾ ഒരു കൊച്ചു കേരളത്തിൻ്റെ മാത്രം നിയമസഭയുടെ വികാരം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായതയായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? നിസ്സഹായതയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വിസ്ഡം ആയിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, തീർച്ചയായിട്ടും കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനെ നരേന്ദ്രമോദി കാണും. അത് ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിലായിരിക്കാം, അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിലായിരിക്കാം. അദ്ദേഹം ഡെലിഗേഷനിൽ നിന്ന് ഒളിച്ചോടുന്ന ആളൊന്നുമല്ല. കൊടിക്കുന്നിൽ സുരേഷിനൊക്കെ അറിയാമല്ലോ, എത്രയോ തവണ കേരളത്തിലെ MP റബ്ബർ വിലയുടെ കാര്യത്തിന് ഒരുപാട് കാര്യത്തിന് കണ്ടിട്ടൊക്കെയുണ്ട്. കേരള മുഖ്യമന്ത്രി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഡൽഹിയിൽ പോയപ്പോഴും നേരെ പോയി പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയും രാജ്യവും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം എടുത്ത സ്റ്റെപ്പ് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തർക്കിച്ചുകൊണ്ടിരിക്കാം. സ്റ്റെപ്പ് എടുത്തല്ലോ, ഇപ്പോൾ അതിലൂടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പറയാനാണല്ലോ ഈ പോകുന്നത്, അതിൻ്റെ പേരിലാണല്ലോ ഈ പോകില്ലല്ല. അത് കേരളത്തിന് മാത്രമായിട്ടുള്ള പ്രശ്നവുമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരുമായ സംസ്ഥാന മുഖ്യമന്ത്രിമാർ വേറെയും ധാരാളമുണ്ട്. അവരും ഒക്കെ ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട്.
എല്ലാവരുടെയും കാര്യം എല്ലാവർക്കും അറിയാം. സഹകരണ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കുരുക്കിൽ പോയി അത് ചാടിയിരിക്കുന്നത് മറ്റൊരു എല്ലാവർക്കും നന്നായിട്ട് വിഷയമാണ്. അറിയാം. എന്റെ ചോദ്യത്തിന് അപ്പോൾ ആ നേരിട്ടുള്ള സമയത്ത് മറുപടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ടി ജി അതെ, മോഹൻദാസ്, ആ സമയത്ത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭയിലും അതിനെ അഭിമുഖീകരിക്കുകയോ അതിന്റെ നടപടിക്രമങ്ങളിൽ സഹകരിക്കുകയോ ചുമതല നിർവഹിക്കുക എന്നതിലേക്ക് വഴങ്ങുകയോ ചെയ്യുന്നില്ല പ്രധാനമന്ത്രി എന്ന് ഈ 5 ദിവസമായി പാർലമെന്റ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സംസ്ഥാന നിയമസഭയുടെ വികാരവും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പൊതുവായ നിഷേധാത്മക സമീപനത്തിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടേ അതിനെ വിലയിരുത്താൻ കഴിയൂ. ശ്രീ ടി ജി മോഹൻദാസ്, അങ്ങനെ വിലയിരുത്തിക്കൊള്ളു വേണു. പക്ഷേ അനുഭവം നേരെ തിരിച്ചാണ്. ഒരിക്കൽ പ്രധാനമന്ത്രി ലോക്സഭയിൽ വാ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഓടി ഒളിക്കേണ്ട സ്ഥിതിയാണ് കണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഒരു ശൈലിയും അങ്ങനെയാണ്. അദ്ദേഹം ഒറ്റപ്പെട്ട വാഗ്വാദങ്ങൾക്ക് പോകാറില്ല. പക്ഷേ പറയേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ പ്രസംഗങ്ങൾ പ്രസിദ്ധമാണല്ലോ, യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും. അതിനൊന്നും മറുപടി അതൊക്കെ അങ്ങേ വിസ്മയാധീനനാക്കിയിട്ടുണ്ടാകാം. അതൊരു പൊതുതത്വമായി ഇവിടെ പറയരുത്. ഒരു നിമിഷം ശ്രീ കൊടിക്കുന്നിൽ, താങ്കൾ ഇടപെടാനാണോ? താങ്കൾ കൈ ഉയർത്തുന്നതിൽ താങ്കൾക്ക് ചോദിക്കാം. ഇല്ല ഇല്ല ഇല്ല, പ്രതീക്ഷിക്കുന്നെങ്കിൽ നടക്കുന്ന കേസല്ല വേണം. ഇന്നിപ്പോ ഹിന്ദു അങ്ങും വായിച്ചിട്ടുണ്ടാകുമല്ലോ, നിങ്ങളുടെ യൂട്യൂബിലൂടെ ജനം കാണട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ കേശവന്റെ കാർട്ടൂൺ ആലോചിക്കുന്നതായിരിക്കും. നിരാധാരനായ ഒരു ഇന്ത്യൻ കർഷകന്റെ മുന്നിൽ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് വെക്കുകയാണ് മോദി എന്ന ഹോളോഗ്രാം പ്രതീതിയെ. എന്നിട്ട് എല്ലാത്തിനും മറുപടി അങ്ങോട്ട് കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. താങ്കളും അത് തന്നെയാണ് പറയുന്നത്. ഒരു മോഡി ഒരു വിർച്വൽ റിയാലിറ്റിയായി നാം എല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു നിമിഷം ശ്രീ കൊടുക്കുന്നില്ല, ഒരു നിമിഷം ശ്രീ ടി ജിയിലേക്ക് വരാം. പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു നിമിഷം ശ്രീ ടി ജി, ശൂന്യവും ബുദ്ധിശൂന്യവുമായ ഒരു നിമിഷം ശ്രീ ടി ജി, മോദിക്കെതിരെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അത് കേട്ടോണ്ട് അവരുമായിട്ട് വാഗ്വാദത്തിന് മോദി. അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ടാണ് പ്രധാനമന്ത്രിയായി വന്നത്. അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി 3 പ്രാവശ്യം അധികാരത്തിൽ ഇരുന്ന ആളാണ്. ആ സമയത്ത് അദ്ദേഹം ഒരുപാട് ഡെലിഗേഷനുമായിട്ട് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. മൻമോഹൻ സിംഗിനെ കാണാൻ വന്നിട്ടുണ്ട്, നരസിംഹറാവുവിനെ കാണാൻ വന്നിട്ടുണ്ട്, വാജ്പേയിയെ കാണാൻ വന്നിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് ഗുജറാത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഡൽഹിയിൽ വന്ന് ഡെലിഗേഷൻ നയിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി അപ്പോയിൻമെൻറ്റ് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറന്നു പോവുകയാണ്. മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ശ്രീ മോഹൻദാസ് പറഞ്ഞത് ശരിയല്ല. കാരണം പാർലമെൻറ്റിൽ വരുന്ന പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ സഭാംഗങ്ങൾ ലോക്സഭയിലോ രാജ്യസഭയിലോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അവരുടെ പ്രസംഗങ്ങൾക്കോ തൃപ്തികരമായ മറുപടി മന്ത്രിമാർ നൽകിയില്ലെങ്കിൽ അവിടെ ഇൻ്റർവീൻ ചെയ്തിട്ട് പ്രധാനമന്ത്രി മറുപടി പറയും. പ്രധാനമന്ത്രിയുടെ ചോദ്യം പ്രധാനമന്ത്രി ആയിരിക്കില്ല ആൻസർ പറയുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മന്ത്രിയായിരിക്കും പറയുന്നത്. ആ മറുപടി തൃപ്തി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എണീക്കും, മറുപടി പറയും. ഇത് വാജ്പേയി ചെയ്തിട്ടുണ്ട്, നരസിംഹറാവു ചെയ്തിട്ടുണ്ട്, മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രധാനമന്ത്രി ഇപ്പൊ അദ്ദേഹം പറഞ്ഞു യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കിടക്കുന്നത്, അത് പ്രസിഡന്റിന്റെ മോഷൻ, അതായത് പ്രസിഡന്റിന്റെ പ്രസംഗം ഉണ്ടല്ലോ, പാർലമെന്റ് പ്രസംഗം, അതിന് നന്ദി പ്രമേയം അവതരിപ്പിച്ചിട്ട് മറുപടി പ്രസംഗം നടത്താൻ പ്രധാനമന്ത്രി നടത്താൻ ആ കാര്യത്തിൽ മാത്രമാണ് മോഡി പ്രസംഗിച്ചിട്ടുള്ളത്, അല്ലാതെ പ്രസംഗിച്ചിട്ടില്ല. നന്ദി പ്രമേയത്തിന് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് അതിൽ നിന്ന് മോഡിക്ക് ഒളിച്ചോടാൻ പറ്റില്ല. അതുകൊണ്ട് മോഡി അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ഒരു കാര്യത്തിലും പ്രധാനമന്ത്രി സഭാംഗങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോടോ അല്ലെങ്കിൽ ചർച്ചകളിലോ ഇടപെടുകയോ ചോദ്യങ്ങൾ മറുപടി പറയാൻ ചെയ്യാറില്ല. പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന് ഒരു നിലപാടുണ്ട്, സംസ്ഥാന സർക്കാരിന് ഒരു നിലപാടുള്ളതുപോലെ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു നിലപാടുള്ളത് കൊണ്ടാണല്ലോ എത്രമാത്രം സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുക, പ്രമേയം പാസാക്കുക, ഐക്യകക്ഷി സംഘവുമായി ഡൽഹിക്ക് പോകുക, ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ അനുകൂല നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ്. അതുപോലെ തന്നെയാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാരും. അവർക്ക് ഈ വിഷയത്തിലൊരു നിലപാടുണ്ട്. അത് കേന്ദ്രത്തിലെ എല്ലാ MP മാരോടും അവർ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലി.